തൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് പോലെ ദൈവവും മനുഷ്യരെ ശിക്ഷണത്തിൽ വളർത്തുന്നു. മനുഷ്യർ ചെയ്തതായ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മാത്രമേ ദൈവം അതിൻ്റെ പ്രത്യാഘാതങ്ങളെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ദയ, ദീർഘക്ഷമ എന്നിവയെ പരീക്ഷിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വിധികൾ നീതിയുള്ളവയാകുന്നു. അവിടുന്ന് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാകുന്നു. അവിടുന്ന് കോപിച്ചാൽ തിരുമുൻപാകെ നിൽക്കുന്നവൻ ആരുമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ തുറന്ന് നമ്മൾക്ക് ചിന്തിക്കാം. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടും അതേ തുടർന്നുള്ള 6 ശാപങ്ങളുമാണ് നാം യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലെ വിഷയമായി കണ്ടത്. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചും അതേ തുടർന്ന് അവർ അന്യദേശത്ത് അടിമകളായി പോകുന്നതിനെക്കുറിച്ചുമാണ് ഈ പാട്ടിൽ നമ്മോട് പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വരുവാൻ പോകുന്ന 6 ശാപങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പ്രവാചകൻ സംസാരിക്കുന്നത്. ആദ്യത്തെ 7 വാക്യങ്ങൾ, 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഈ 6 ശാപങ്ങൾ ഓരോന്നും ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ശിക്ഷയാണ്. അവരെ ദൈവം ന്യായം വിധിക്കുന്നതിന് കാരണമായ പ്രത്യേക പാപങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തോടും അഥവാ നമ്മുടെ സമൂഹത്തോടും ഇവ ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ നമുക്ക് കഴിയും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം ഇസ്രായേലിനുള്ളതാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. അവരെ സംബന്ധിച്ച് ഇവ നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നിശ്ചയമായും ഇവ നമ്മുടെ ജീവിതങ്ങളിലും പ്രായോഗികമാക്കുവാൻ കഴിയുന്നവയത്രേ. ഓരോന്നും എടുത്ത് ഇത് എന്നെക്കുറിച്ചാകുന്നു പറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. അതിനകത്തുള്ള പാഠങ്ങൾ തീർച്ചയായും നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയും. നമുക്ക് യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ ഇന്ന് പഠിക്കാം. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളോ വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇവിടെ ഇപ്പോൾ അവർ ചെയ്ത തെറ്റെന്താകുന്നു എന്ന് കൃത്യമായി പറയുന്നു. ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഒന്നാമത്തെ പാപം, യഹൂദയിലെ ഒന്നാമത്തെ പാപം. എന്താണത്? കൺമോഹം. അതെ, കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ അത്യാഗ്രഹം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അത്യാഗ്രഹം എന്നത് നാം ജീവനില്ലാത്ത ബിംബത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ചെറിയ മനുഷ്യനെ ഒതുക്കിക്കളയുന്ന വലിയ കച്ചവടമാണത്. ഇസ്രായേലിൽ സംഭവിച്ചത് ഇതാണ്. ചെറിയ മനുഷ്യൻ അഥവാ സാധാരണക്കാരൻ പുറന്തള്ളപ്പെട്ടു. ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിസാര മനുഷ്യരെ ഞെക്കിപ്പിഴിഞ്ഞു. ഊണിലും ഉറക്കത്തിലും പണമുണ്ടാക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രമുള്ള അത്യാഗ്രഹികൾ. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം കൂടുതൽ സ്ഥലവും വസ്തുവകകളും കൈവശപ്പെടുത്തി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ദൈവം ഇതിന് ജനത്തെ ന്യായം വിധിക്കുമെന്നത്രേ ഇവിടെ പ്രവാചകനിലൂടെ പറയുന്നത്. വളരെ ദുഃഖകരമായ ഒരു കഥയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വയലിനോട് വലിയ ആർത്തിയുള്ള ഒരു ചിത്രം.
യെശയ്യാവിൻ്റെ കാലത്ത് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൂടിയായിരുന്നു ഈ കൃഷി. അവർ വലിയ നഗരങ്ങളും വലിയ കെട്ടിട സമൂഹങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇതൊന്നും സാധാരണക്കാരൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. ധനം സമ്പാദിച്ച് കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അവരുടെ ചിന്തയിൽ അത് മാത്രമായിരുന്നു എല്ലാം. എന്തിനെങ്കിലും നിങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ മതമായി തീരും, ദൈവമായി തീരും. ഇന്ന് അനേകരും അത്യാഗ്രഹത്തിൻ്റെ പൂജാസ്ഥലത്തിലാണ് ആരാധന കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ആത്മീയമായ കാര്യങ്ങൾക്ക് പോലും മുൻകൈ എടുക്കുന്നത് ഭൗമികമായ നന്മയോർത്തു മാത്രമാണ്. ഭൗതിക സമ്പത്താണ് അവരുടെ ദൈവം. ഇത്തരുണത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ധനമുണ്ടാക്കുന്നത് വളരെ നല്ലതും അതിലൊരു തെറ്റുമില്ലാത്തതും കാര്യമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് ധനത്തോടുള്ള ആർത്തിയാണ്, ധനത്തെക്കുറിച്ചല്ല. ഞാനിവിടെ പറയുന്നത് അത്യാഗ്രഹമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിന് പകരം ഈ ഭൗമികമായ നന്മയെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. ഇന്ന് നാമും ചെയ്യുന്നത് ഇതുതന്നെയല്ലേ? ശക്തി നശിച്ച ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ വിഭവ സമ്പത്ത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എണ്ണയ്ക്ക് വേണ്ടി നാം നാലുപാടും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ എണ്ണശേഖരം എത്രയും പെട്ടെന്ന് തീർന്നു പോകുമെന്നുള്ള ഭീതിയിലാണ് മനുഷ്യർ മുഴുവൻ. ഏത് തരത്തിലുള്ള ഊർജവും കണ്ടെത്താൻ നാം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വളരെയേറെ പണം ചെലവഴിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ അത്യാഗ്രഹികളായതുകൊണ്ടാണ് ഭൂമിയുടെ സ്വാഭാവിക സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധി തന്നെയാണ്. ഇനി 9ഉം 10ഉം വാക്യങ്ങളിൽ ഞാൻ വായിക്കുന്നത്, ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഭായും മാത്രം കിട്ടും. ഇത് ആശ്ചര്യമായി തോന്നുന്നില്ലേ? ദൈവം പറയുകയാണ്, അവർ വയലുകൾക്ക് വിസ്തൃതി കൂട്ടുന്നെങ്കിൽ തന്നെയും കൂടുതൽ വിളവ് അവർക്ക് ലഭിക്കുകയില്ല എന്ന്. കാരണം വിളവിനെ കെടുത്തിക്കളയുന്ന ഒരു ക്ഷാമം ഉണ്ടാകുവാൻ പോകുന്നു. ഹഗായി പ്രവാചകനിൽ നാം ഇത് വായിക്കുന്നുണ്ട്. അവർ വളരെ അധ്വാനിച്ചു, പണമുണ്ടാക്കുന്നുണ്ട്, എന്നാൽ അത് ഓട്ടയുള്ള അല്ലെങ്കിൽ ദ്വാരമുള്ള സഞ്ചിയിൽ പണമിടുന്നത് പോലെ ആകുന്നു എന്ന്. ഇടുന്നത് കാണില്ല, സമ്പാദിച്ചാലും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സ്ഥലം വിസ്തൃതിപ്പെട്ടത് കൊണ്ടും മാത്രം നല്ല വിളവ് ലഭിക്കുകയില്ല. ജീവജാലങ്ങളിൽ പരിസ്ഥിതികളുടെ സ്വാധീന ശക്തി ഒരു പ്രധാന കാര്യമാണ്. ഇന്ന് ഭൂമിയുടെ ഏറിയ ഭാഗവും അന്തരീക്ഷ മലിനീകരണം ബാധിച്ചിരിക്കുകയാണ്, ഇല്ലേ? ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നാം ഈ മാലിന്യങ്ങൾ എങ്ങനെ എവിടെ കൊണ്ട് കളയുമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം ഊർജത്തിന് പിൻപേ പായുകയാണ്. പക്ഷെ ഊർജത്തിൻ്റെ ഈ സ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാകുന്നു. വെള്ളത്തിൻ്റെ കാര്യം പോലും നോക്കിക്കാട്ടെ. ഇതൊക്കെ മനുഷ്യനെ പരിഭ്രാന്തരാക്കുന്നു. ഇന്ധനത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ചും വില വർധനയെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. ഭൂമിക്ക് കാലാവസ്ഥയിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണം ഇതൊരു വലിയ ഭീഷണിയായി നാം കാണുന്നു. ശുദ്ധജലം കിട്ടുവാനില്ലാത്ത ഒരു സ്ഥിതി. പണ്ടൊക്കെ എവിടെ നിന്നും കോരി കുടിക്കാമായിരുന്നു. ഇന്ന് കുപ്പികളിൽ വിറ്റുവരുന്നത് മാത്രമേ മനുഷ്യന് കുടിക്കുവാനായി ഉറപ്പുള്ളൂ. മറ്റേത് കൊള്ളാമായിരിക്കും, പക്ഷേ ഇതിന് മാത്രമേ ഒരു കോൺഫിഡൻസ് ഉള്ളൂ. നമ്മുടെ അതിർവരമ്പുകൾ, അതെ, അറിവിൻ്റെയും കഴിവിൻ്റെയും വരമ്പുകൾ വിസ്തൃതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇല്ലായ്മയുടെ ദിവസങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ നടുക്കുന്നു. പരിസ്ഥിതി മലിനീകരണം ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശൂന്യമായ ഒരു അവസ്ഥയിലേക്കാണോ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം ഭയപ്പെടുന്നു. ഇനിയും നാം കാണുവാൻ പോകുന്നത് ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ വന്നതായ 2ാമത്തെ ശാപത്തെക്കുറിച്ചാണ്. അത്
5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവൻ്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ഇസ്രായേൽ ഗൃഹത്തിന്മേൽ വന്ന രണ്ടാമത്തെ കഷ്ടം അല്ലെങ്കിൽ ശാപം മദ്യപാനവും ദേശവ്യാപകമായ സുഖലോലുപത്വവും ആയിരുന്നു. അവരുടെ 2 പാപങ്ങളാണത്. അത് അവരുടെ എല്ലാ ആത്മീയ മൂല്യങ്ങളെയും നശിപ്പിച്ചു. ധാർമ്മിക നിലവാരം ആകെ അധപ്പതിച്ചു. മദ്യപാനത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മദ്യപിക്കുന്നത് ഒരു ഫാഷനായി കരുതുന്ന ഇളം തലമുറ, അതെ, കോളേജുകളിലും സ്കൂളിൽ പോലും നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരത്തികളെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി മാറ്റുവാൻ തന്ത്രമൊരുക്കുന്ന സംഘങ്ങൾ. MDMA പോലെയുള്ള മാരക വിഷമായ മയക്കുമരുന്നുകൾ ഇന്ന് സുലഭമായി ലഭിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നത് എത്രയോ ഭയാനകമാകുന്നു. ഇത് വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ച് നാം എന്നും കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ സമൂഹം അത്രമേൽ ഈ പാപത്തിൻ്റെ പിടിയിലായിരിക്കുന്നു. നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് മൂലം എത്രയെത്ര അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനം ദേശത്തിൻ്റെ ധാർമ്മികതയെ ഒരു ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ദേശം ശത്രുയില്ലാതെ തന്നെ നശിച്ചു പോകുന്നതാണ് എന്നാണ് നാം വായിച്ചത്. മദ്യം കഴിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശത്രുവായിരിക്കുന്നു എന്ന് മറക്കരുത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു, അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. രാഷ്ട്രത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മദ്യപാനം ഇഷ്ടപ്പെട്ടിരുന്നു. അതൊരു സ്വാഭാവിക കാര്യമാകുന്നു എന്നവർ കരുതി. മദ്യം കുടിക്കാത്ത മനുഷ്യനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നത്ര പരിഷ്കൃത സമൂഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പല ന്യായീകരണങ്ങളാൽ ആ കൂട്ടത്തിൽ നാം ഒക്കെ പെടുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥിതിയും അതായിരുന്നിരിക്കാം. മദ്യപാനത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുവാൻ വളരെയധികം പാടുപെടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കഴിയുന്നില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മദ്യമാണ് അല്ലെങ്കിൽ മയക്കുമരുന്നാണ് എന്നുള്ള ധാരണ പലർക്കും, പ്രത്യേകിച്ച് ഇളം തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമതായി അവരുടെ മാതാപിതാക്കൾ ഇത്തരം സാഹചര്യങ്ങളിൽ മദ്യവും മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നു എന്ന അറിവിൽ കൂടിയാണ് അവർക്കത് ലഭിക്കുന്നത്. അതൊഴിവാക്കണം. നിരാശ വരുമ്പോൾ, പരാജയം വരുമ്പോൾ അനേകരും അതുവരെ കാണാത്ത മദ്യശാല തേടുന്നു. മക്കൾ ഇത് ശ്രദ്ധിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ മദ്യം കഴിക്കുമ്പോൾ അത് തലമുറയ്ക്ക് തന്നെ ശാപമായി തീരുകയാകുന്നു എന്ന് മറക്കരുത്. അത് കുടുംബത്തെയും രാഷ്ട്രത്തെയും നശിപ്പിക്കും. ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയ കാരണങ്ങളിൽ ഒന്ന് മദ്യപാനമായിരുന്നു. ഇനി 14-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത്: അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു, വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പാതാളം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ശവക്കുഴിയെ ഉദ്ദേശിച്ചാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പോലെ തീപ്പൊയ്കയല്ല. ഷിയോൾ എന്ന ഈ എബ്രായ വാക്കിൻ്റെ അർത്ഥം ശവക്കുഴി എന്നത്രേ. സദൃശവാക്യങ്ങൾ 30:16 നാം ഈ വാക്ക് തന്നെ കാണുന്നുണ്ട്. പാതാളവും വന്ധിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ. മരണം അഥവാ ശവക്കുഴി, ഇത് രണ്ടുമാണ് ഷിയോൾ എന്ന എബ്രായ വാക്കിന് തൃപ്തികരമായി പറയുന്ന പരിഭാഷ. ശവക്കുഴിക്ക് തൃപ്തിയില്ല. ആരുടെയെങ്കിലും ശവക്കുഴിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എവിടെയാണ് അയാൾ? ഇയ്യോബ് ഈ ചോദ്യം ചോദിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയെന്ന് ഇയ്യോബ് ചോദിച്ചു. അതുകൊണ്ട് പാതാളം എന്നതിനൊരു പ്രത്യേക സ്ഥലം എന്ന ആശയം ആദ്യം ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ദൈവം സ്വർഗത്തിൽ അഥവാ ഉയരത്തിലായതിനാൽ പാതാളം എന്നത് താഴെ അഥവാ അടിയിൽ, ഭൂമിക്കടിയിലായിരിക്കണമെന്ന ചിന്ത ഉണ്ടായി. പുതിയ നിയമത്തിലെ
ഹെയ്റ്റ്സ് എന്ന വാക്കിന് സമമാണ് പഴയ നിയമത്തിലെ ഷിയോൾ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത്, നീയോ കപ്പർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണു പോകുമോ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോതോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. അക്ഷരികമായി ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ചായിരുന്നില്ല കർത്താവ് ഇവിടെ പറഞ്ഞത്. കഫർന്നഹൂം തകർന്ന് തരിപ്പണമായ വീട് പോലെയാകുന്നു എന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കിയത്. കഫർന്നഹൂമിന് നാശം സംഭവിച്ചതിനാൽ താൻ അർത്ഥമാക്കിയത് അത് തന്നെ എന്ന് ഇന്ന് നമുക്കറിയാം. ധാർമ്മിക അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ദിശകളെ കുറിക്കുന്ന ഉയരെ, താഴെ എന്നീ വാക്കുകൾ നാം ഉപയോഗിക്കാറുണ്ടല്ലോ. ഉയരെ ദൈവത്തിങ്കിലേക്ക്, താഴെ പാതാളത്തിലേക്ക്. ഇവിടെ താൻ പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ താഴ്ത്തിക്കളയും എന്ന അർത്ഥത്തിലാണ്. അവർ പ്രവാസത്തിലേക്ക് കടക്കും, അവർ ശവക്കുഴിയിലേക്ക് കടക്കാൻ പോകുന്നു. രാഷ്ട്രത്തിൻ്റെ മഹത്വം മണ്ണിൽ അഴിയാൻ പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, മദ്യപാനം, മനുഷ്യൻ്റെ സുഖലോലുപത്വം. 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇനിയും കാണുന്നത്, വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറ് കൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. അസത്യവാക്കുകൾ കൊണ്ട് തങ്ങളുടെ ദുഷ്ടത വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ നിഗളത്തിലും അവിശ്വാസത്തിലും ദൈവകോപത്തെ വരുത്തി വെക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ലജ്ജയും മനസാക്ഷിയുമില്ലാത്ത, തങ്ങളെ തന്നെ മുഴുവനായി പാപത്തിന് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രത്തിൻ്റെ ചിത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. അവരുടെ മൂന്നാമത്തെ പാപം ഇതത്രേ, പാപത്തിൽ നിഗളിക്കുന്ന അവസ്ഥ. പാപം ചെയ്തിട്ട് അത് തങ്ങളുടെ മിടുക്കാണെന്ന് കരുതുന്ന സ്ഥിതി. ഇത് മിടുക്കല്ല, വെറും വഷളത്വമാണ്. ഒരിക്കലും ഇത് ധൈര്യമല്ല, ഭീരുത്വമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുമോ? അതില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. 19-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ തങ്ങളുടെ പാപത്തിനെതിരായി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ദൈവത്തെ അവർ വെല്ലുവിളിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ ശിക്ഷയൊന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ നിശബ്ദത ഭീതിജനകമാണ്. പറയാൻ കഴിയാത്ത വിധം ശിക്ഷ അതികഠിനമായിരിക്കും. ബാബിലോണിൻ്റെ അടിമത്തത്തിലായ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ചരിത്രം അത് വ്യക്തമാക്കുന്നുണ്ട്. അതെ, ദൈവത്തെ വെല്ലുവിളിച്ചും തള്ളിക്കളഞ്ഞും പാപം ചെയ്ത ഒരു ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ ന്യായവിധി എപ്രകാരമാണ് എന്ന് നമ്മോട് പറയുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്. എന്നാൽ ദൈവത്തെ നിരസിക്കുന്ന ഒരു സ്ഥാനത്ത് താങ്കളായിരിക്കുകയും ദൈവത്തിന് പുറം കാട്ടുകയും ചെയ്താൽ താങ്കൾക്ക് പിന്നെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. ദൈവത്തെ ആദരിക്കാത്ത ഒരു സമൂഹത്തെ ദൈവം ഏറെ നാൾ പൊറുക്കില്ല. അത് വാസ്തവമല്ലേ? ഇനി 20-ാം വാക്യം നോക്കിക്കാട്ടെ. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലിന്മേൽ വരുന്ന 4-ാമത്തെ പാപത്തിനെ നാം ഇവിടെ കാണുന്നു. തെറ്റും ശരിയും സംബന്ധിച്ച് ദൈവത്തിൻ്റെ നിലവാരം തകർക്കുവാനുള്ളൊരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. തെറ്റും ശരിയും എന്തെന്നുള്ള ദൈവത്തിൻ്റെ മാനദണ്ഡം മാറ്റിമറിക്കുക, പകരം ദൈവത്തിൻ്റെ ധാർമ്മിക നിലവാരത്തിന് നേരെ എതിരായ വില അവർക്ക് നൽകാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ദൈവത്തിൽ നിന്നും ധാരാളം നന്മകൾ അനുഭവിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ദൈവത്തെ തൻ്റെ അനുഗ്രഹങ്ങളാൽ ഗ്രഹിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ വന്ന ചിന്താക്കുഴപ്പം നോക്കൂ, എത്ര ഭയങ്കരമാണെന്ന്. നമ്മുടെ കേരളത്തിലെ ഈ ക്രൈസ്തവ സമൂഹവും ഇതിനൊരു ദൃഷ്ടാന്തമല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പലതിനോടും നാം അനുരഞ്ജനപ്പെട്ടതുകൊണ്ട് സത്യത്തെ ബലി കഴിക്കേണ്ടി വന്ന അവസ്ഥ. എന്നിട്ട് അസത്യമായതിനെ സത്യമെന്ന് നാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇതിന് എത്രമാത്രം ഗൗരവം കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം പറയുന്നത് 21-ാം വാക്യത്തിൽ നോക്കൂ, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് 5-ാമത്തെ ശാപമാണ്, അഹങ്കാരം എന്ന പാപത്തിനുള്ള ശിക്ഷ.
എല്ലാറ്റിനും അധികം ദൈവം വെറുക്കുന്ന പാപമാണ് ഈ അഹങ്കാരം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ പറയുന്നത്, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും. നോക്കണേ, സാത്താൻ്റെ പാപവും ഇതായിരുന്നു എന്ന് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ വായിക്കുന്നത്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിക്ഷനും ആകരുത്. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാമത്തേതാണ് നിഗളം, അതെ, അഹങ്കാരം. ഇത് നാം വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഒരു കപട വിനയം അഹങ്കാരത്തിൻ്റെ ഏറ്റവും കൂടിയ ഒരു സ്ഥിതിവിശേഷമാണ്. പലരും വലിയ താഴ്മ അഭിനയിക്കാറുണ്ട്, എന്നാൽ അത് വെറും അഹങ്കാരമാകുന്നു. അത് പലപ്പോഴും അവർ ഓർക്കുന്നുമില്ല. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഇത് 6-ാമത്തെ ശാപവചനമാണ്. മദ്യപാനത്താൽ നീതിബോധം നഷ്ടപ്പെട്ട ഒരു ജനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ അനീതിയും തട്ടിപ്പും സമൂഹത്തിൽ വാഴുന്നു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട ഏതൊരു രാഷ്ട്രത്തിനും ഏറെക്കാലം നിലനിൽക്കുവാൻ കഴിയില്ല. തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും മനുഷ്യർ പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും ധൈര്യസമേതം പറയുവാൻ താങ്കൾക്ക് കഴിയുമോ? 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും, അവരുടെ പുഷ്പം പൊടി പോലെ പറന്നുപോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ പരിശുദ്ധൻ്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു. വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുന്നത് പോലെ അധപ്പതനവും ദുഷിപ്പും ശ്രദ്ധിക്കപ്പെടാത്ത വിധത്തിലും സാവധാനത്തിലുമാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ ശിക്ഷ പെട്ടെന്നായിരിക്കും. വൈക്കോലിന് തീ പിടിക്കുന്നത് പോലെ അത് തടുത്തു നിർത്തുവാൻ ആവാത്തതും ഭീകരവുമായിരിക്കും. അതെ, ദൈവത്തിൻ്റെ കോപം ചൊരിയപ്പെടുന്നത് അങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുമെന്ന്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നിന്നാണ് കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ശിക്ഷയെ അതിൽ തന്നെ കൊണ്ടുവരുന്ന ചില പാപങ്ങളുണ്ട്. അതിലൊന്നാണ് മദ്യപാനം. മയക്കുമരുന്നാണ് മറ്റൊന്ന്. ഈ പാപങ്ങൾക്ക്, അതെ, മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും പുകവലിക്കും അടിമയായി സ്വന്തം ജീവിതത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ സ്വന്തം കുടുംബത്തിനും ദേശത്തിനും നാശം വരുത്തി വെച്ച അനേകരുടെ ചരിത്രം നമുക്കെല്ലാം അറിയാം. അവർ ചെയ്യുന്ന പാപം എത്ര ക്രൂരമാണ്. അവരുടെ ശരീരത്തെ അവർ നശിപ്പിച്ചു കളയുന്നു, കുടുംബത്തെ നശിപ്പിക്കുന്നു. ദൈവം പ്രത്യേകമായി ഒന്നും ചെയ്യാതെ തന്നെ അവർ നശിക്കുന്നു. പലപ്പോഴും ദൈവത്തിന് പാപത്തിൻ്റെ ആ പണി നിർത്താനായി അവരെ തടുക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. താങ്കൾ അടിമപ്പെട്ടിരിക്കുന്ന പ്രത്യേക പാപമുണ്ടല്ലോ, അതിനെ താങ്കൾ സ്വയം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് താങ്കളെ നശിപ്പിക്കും. മദ്യപാനം എന്ന പാപം ഇന്ന് എല്ലായിടത്തും നാം കാണുന്നുണ്ട്. ദൈവം അതിനെതിരായി ഒന്നും ചെയ്യുന്നുമില്ല. അവനൊന്നും ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടാ ഒന്നും ചെയ്യാത്തത്. കാരണം മദ്യപിക്കുന്നവൻ അതുകൊണ്ട് തന്നെ നശിക്കുന്നു. മദ്യപാനം തന്നെ അതിൻ്റെ ശിക്ഷ കൊണ്ടുവന്നുകൊള്ളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വ്യക്തിയുടെ മേലും പിന്നെ രാഷ്ട്രത്തിന്മേലും ശിക്ഷ കൊണ്ടുവരും. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കും, അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന അനേകർക്കും ഈ വാക്യം വിചിത്രമായി തോന്നിയേക്കാം. പറയാനുള്ള സന്തോഷം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല, എന്നാൽ വാസ്തവം ഇതാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം തികച്ചും യാഥാർത്ഥ്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് പോലും കഴിയില്ല.
എന്നാൽ എൻ്റെ സുഹൃത്തെ, ദൈവം പാപത്തെ വെറുക്കുന്നു. നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നാം വാസ്തവമായി മനസ്സിലാക്കുന്നത് നമ്മിലുള്ള പാപത്തെ അവൻ വെറുക്കുമ്പോഴാകുന്നു. താങ്കൾ പാപത്തെ സ്നേഹിക്കാൻ പോകുന്നെങ്കിൽ അപ്പോഴും ദൈവം താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അവൻ്റെ ന്യായവിധിയും താങ്കൾക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ നേരെ തന്നെയാണെന്ന് ഓർക്കുക, അന്യന്മാർക്ക് നേരെ അല്ല. എന്നാൽ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കുമെന്ന് നാം വായിച്ചല്ലോ. അതെ, ഇസ്രായേൽ കർത്താവിലേക്ക് മടങ്ങി വന്ന് അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെ വിടുവിക്കുവാൻ അവൻ തയ്യാറാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് അവൻ്റെ ന്യായവിധിയെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ കരുണയും നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ കൃപയും അവ തമ്മിൽ എതിരല്ല. നിങ്ങൾ പാപത്തിൽ തുടരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ തള്ളിക്കളയുന്നു. നിങ്ങൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ഭരണക്രമം എന്താകുന്നു എന്ന് അപ്പോൾ അറിയും. ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് നാം കാണുന്നത് ന്യായവിധിയുടെ ഒരു കുത്തൊഴുക്കാണ്. 30-ാം വാക്യം മാത്രം ഞാനൊന്ന് വായിക്കട്ടെ. അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ. അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കുക. പലരും ഇന്ന് അവിടേക്ക് തീർത്ഥയാത്ര പോകാറുണ്ടല്ലോ. താങ്കൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പോയിട്ട് വന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എത്ര ആശ്ചര്യകരമായിരിക്കുന്നു! പ്രവചനത്തിൻ്റെ നിവൃത്തികൾ ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയുണ്ടായി എന്ന്. ആ ദേശം ഇന്ന് പഴയതുപോലെ ഇരിക്കുന്നു. മനോഹരം. പ്രവചനം നിവൃത്തിയായി എന്നാണ് പലരും ചിന്തിക്കുന്നത്. ആ നിലയിൽ എനിക്കതിനെ കാണാൻ കഴിയുന്നില്ല. ആ ജനത ഇപ്പോഴും അന്ധതയിലാണ്. ആ ദേശം ഇപ്പോഴും ശാപത്തിൻ്റെ കീഴിലാണ്. ദൈവത്തിൽ നിന്നും വളരെ അകന്നിരിക്കുന്ന ഒരു ജനം, സമാധാനത്തിൽ കഴിയാൻ സാധിക്കാത്ത ഒരു ജനതയായി ഞാൻ അതിനെ കാണുന്നു. ദൈവത്തെ ആവശ്യമില്ലാത്തതുപോലെയാണ് അവർ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അവർക്ക് ആവശ്യമുണ്ട്. അവർ വളരെ ഭീതിയിലും അപകടസ്ഥിതിയിലുമാണ്. ആ ദേശത്ത് ഇന്ന് കഴിയുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്, ശിക്ഷയാണ്. അതെ, ദൈവം സ്വന്തം ജനത്തെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ഇതുപോലെയുള്ള ശിക്ഷ അവർക്ക് അയക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ് ഈ പറയുന്നതായിട്ടുള്ള ശിക്ഷണ ക്രമങ്ങൾ. അത് നാം ശ്രദ്ധിക്കണം. ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവശക്തിയിലാണ് നാം സൂക്ഷിക്കപ്പെടുന്നത് എന്ന ബോധം ദൈവജനത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവ ഭയത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.